നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ അതായത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എല്ലാം ചിരപരിചിതമായിട്ടുള്ള സാരിയാണ് കാണിക്കുന്നത്. കല്യാണി കോട്ടൺ സാരി. അത് അതിനെപ്പറ്റി വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞത് എന്തോരമാണെന്നറിയാം, ഉപയോഗിച്ചവർക്കറിയാം. എന്നും ഈ പറയുന്നത് നമ്മളിപ്പം മലയാളിക്ക് കേരള സാരി എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ട്രഡീഷണൽ ഐറ്റമാണ് കല്യാണി കോട്ടൺ. പക്ഷേ കേരള സാരി ഉപയോഗിക്കുന്നത് കൂടുതൽ അമ്പലത്തിലൊക്കെ പോകാൻ, പിന്നെ എന്തെങ്കിലും ഗാദറിങ്സ് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഉപയോഗിക്കുന്നത്. കല്യാണി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഉപയോഗിക്കാം, പക്ഷെ ഒരു ട്രഡീഷണൽ സാരിയാണ്. അതിനകത്ത് കോട്ടൺ എന്നൊക്കെ നിങ്ങൾ ഓർക്കരുത്, 100% അതിനകത്ത് കോട്ടൺ ആണ്. കുറച്ച് സിൽക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു വീവിങ് അതിനകത്ത് നടത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് 100% ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ കോട്ടൻ്റെ എല്ലാ എഫക്റ്റും കോട്ടൻ്റെ എല്ലാ എഫക്റ്റും കിട്ടും. അതായത് ആ കോട്ടൺ ഉപയോഗിക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, ശരീരത്തിനുള്ള സുഖം, കാണാനുള്ള ഭംഗി, എന്നാൽ സ്റ്റാർച്ചൊക്കെ ചെയ്യും വേണ്ട. ഗുണങ്ങൾ മാത്രമുള്ള ഒരു സാരിനെ ഞാൻ കല്യാണി കോട്ടനെ പറയുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇത് ഈ സാരിയാണ് ഞാൻ ഉടുത്ത് ഒരു ഫോട്ടോയിൽ കൂടെ കാണിക്കുന്നുണ്ട്. കണ്ടോളൂ, എത്ര സുന്ദരമാണെന്ന് നോക്കി അറിയാം. ഞാൻ എന്നെ പൊക്കെ പറയല്ല, സാരി എത്ര സുന്ദരമാണെന്ന് നോക്കി പറയാന്നാ പറയുക കേട്ടോ. ഇതിന്റെ വിത്ത് ബ്ലൗസ് അല്ല ഞാൻ ശരിക്കും ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന വിത്ത് ബ്ലൗസ് കഴിഞ്ഞ സൺഡേയിലത്തെ വീഡിയോയിൽ ഓൺലൈനിൽ ഞാൻ കാണിച്ച വിത്ത് ബ്ലൗസ് ഇത് കണ്ടോ. ഇതിൻ്റെ ഒത്തിരി കളേഴ്സാണ് കാണിച്ചത്. ഈ ബ്ലൗസാണ് ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സാരി നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ആ ബ്ലൗസ് ഒന്ന് നോക്കിയേ. എനിക്ക് എന്നാ ഇഷ്ടമെന്നറിയോ, ശരിക്കും ഒരു സിമ്പിൾ, ഈ കല്യാണി കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിമ്പിൾ വെയർ ആ ശരിക്കും. അതിൻ്റെ എന്നാ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ ചെയ്യും. അതിനെ എലഗൻ്റ് ആക്കുന്ന ബ്ലൗസ് എത്ര രസമാണെന്ന് നോക്കിയേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാട്ടോ ഞാൻ അത് എടുത്ത് പറയുന്നത്. ബ്ലൗസിനെ ഒന്ന് സൂം ചെയ്ത് കാണിക്കണം കേട്ടോ, വേറൊന്നിനും വരാം. പിന്നെ ഈ ബ്ലൗസ് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയി, റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാ കളറും തന്നെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഉണ്ടോ എന്നറിയത്തില്ല, എന്നാലും ഒരുമാതിരിപ്പെട്ട എല്ലാ കളറും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ വേണ്ടവർ ചോദിച്ചാൽ മതി, കിട്ടും. ഇതാണ് ഈ സാരിയാണ് ഞാൻ ഉടുത്ത് നിൽക്കുന്ന സാരി. എന്താണ് കണ്ടോ, ഇതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. മുന്താണിയിലും ഈ ബോർഡർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെമ്പിൾ ബോർഡർ വരുന്നതും ഒന്ന് ഇങ്ങനെ കസവ് ബോർഡർ വരുന്നതും ഉണ്ട്. രണ്ടും ചിലർക്ക് ഇങ്ങനെ ഒത്തിരി കസവ്, ഇത് ഒത്തിരി ഇല്ല കേട്ടോ, ശരിക്കും സിമ്പിളാണ്. ആ കസവിനോട് ഇഷ്ടമില്ല എങ്കിൽ ടെമ്പിൾ ബോർഡർ എടുക്കുക. ടെമ്പിൾ ബോർഡറിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഉടുക്കുകയും ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വെയർ പോലെ തന്നെയാണ്. ഇങ്ങനെ ബോഡിയെ കൂടെ ബുട്ടായുണ്ട്. ഇതാണ് ബ്ലൗസ് വരുമ്പോൾ ഞാൻ ഇട്ട ബ്ലൗസ് എന്ന് പറയുന്നത് വേറെ റെഡിമെയ്ഡ് ബ്ലൗസാണ് ഇട്ടത്. ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഈ ഡാർക്ക് മെറൂൺ. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഒരു ആ സിൽക്കി ആയിട്ടുള്ള ഒരു ഇതുണ്ട് ബ്ലൗസിന്. എന്നിട്ട് ആ കയ്യിൽ ആ കസവും കൂടെ വരും. അതും നല്ലതാ. ഞാൻ പറഞ്ഞിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് മെറൂണൊക്കെ എടുത്തവരുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെ പല കളറും റെഡിമെയ്ഡ് ബ്ലൗസ് കഴിഞ്ഞ ദിവസം കൊടുത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് നോക്കിക്കേ. വെറുതെ ഒന്ന് പരീക്ഷ നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിക്കേ, നമുക്കറിയാലോ. റെഡിമെയ്ഡ് ബ്ലൗസ് നല്ല, എൻ്റെ നോട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊക്കെ നോക്കാം. ട്രൈ ചെയ്ത് നോക്കൂ കുട്ടി. എന്തിനാ ഇത്ര ഓറക്ഷൻ ഇട്ടല്ലേ? ഇതില്ലേ പർപ്പിളിൻ്റെ ഡാർക്ക്, ബീട്രൂട്ടിൻ്റെ ഒക്കെ ഡാർക്ക് കളർ എന്ന് പറയാം. തീപ്പെട്ടി കൊണ്ടുപോകാം. തീപ്പെട്ടിയുടെ കളർ എന്നൊക്കെ പറയുമ്പോൾ തീപ്പെട്ടിയുടെ എവിടെ നോക്കണം അത് പറ സൈഡ്. ബുദ്ധി ഇല്ലാത്ത എനിക്ക് ബുദ്ധി ഇല്ലെന്ന്. അത് ശരിയാ ബുദ്ധി ഇല്ലാത്ത കൊണ്ടാണല്ലോ കുറെ പേരെയൊക്കെ സ്റ്റാഫായിട്ടൊക്കെ. ഇതിന്റെ ഉണ്ടല്ലോ ഇവിടെ സഫയർ ബ്ലൂ കളർ കോൺട്രാസ്റ്റ് മുന്താണി, നല്ല സ്റ്റാൻഡേർഡ് കുലീന ലുക്ക് തോന്നുന്ന ഒരു സൈസ് സാരി ഉണ്ട്. ഞാൻ അങ്ങനെയൊക്കെയാ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ റേറ്റ് പലതിനും പലതാണേ. സ്ക്രീനെ നോക്കുക, അതെന്തൊക്കെയോ കാരണങ്ങളാൽ റേറ്റ് വ്യത്യാസമുണ്ട്. ബുട്ടയുള്ളതിനും ബുട്ടയില്ലാത്തതിനും, ബോർഡർ ഉള്ളതിനും ബോർഡർ ഇല്ലാത്തതിനും ഒക്കെ പല ഇതുണ്ട്. ഇത് നല്ല ഡാർക്ക് മെറൂൺ ആട്ടോ. ഇവിടേക്ക് വരുമ്പോൾ നല്ല ഡാർക്ക് ആണല്ലോ, അപ്പം ഇവിടെ നല്ല തെളിഞ്ഞ മാംഗോ യെല്ലോ.
എന്നിട്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ, മുന്താണിക്ക് മാംഗോ യെല്ലോ അല്ല, മുന്താണിക്ക് ശരിക്കും മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ മാംഗോ യെല്ലോയുടെ ലൈറ്റ്. അതെന്നാ അപ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ഡാർക്ക്നെസ് ഇച്ചിരി കളർ കുറവുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യിക്കത്തില്ല. ഈ ഒരു ഇതാണ് നമ്മുടെ മുഖത്തിനിട്ട് അടിക്കുന്നത്, അപ്പോൾ കളർ കുറവ് ഫീൽ ചെയ്യിക്കത്തുമില്ല. പക്ഷേ ഇത് ബോഡിയിലോട്ട് ഇത് കണ്ടോ, ഈ ഒരു ഇത് കണ്ടോ, ആ ബുട്ടായും കൂടെ വരുമ്പോൾ നല്ലൊരു റോയൽ ലുക്കാണ്. ബ്ലൗസ് വന്നിട്ട് ബ്ലൗസേ ഇത് കേട്ടോ, ഇതാ ബ്ലൗസ്. അതായത് മുന്താണിയുടെ കളറ് ബോഡിക്ക് വന്നിട്ട് കയ്യേല് ബോർഡറിന്റെ കളർ, അതാണ് ബ്ലൗസ്. ഇനി ബ്ലൂവും വയലറ്റും, അടുത്ത കോമ്പിനേഷൻ ബ്ലൂവും വയലറ്റും. എൻ്റെ ഞാൻ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് കട്ട് ചെയ്ത് ഞങ്ങളല്ല കേട്ടോ, ചിലതിന് നീല വയലറ്റും. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഒന്നൊന്നൊന്ന, ഇതാണ് ബ്ലൗസ്. നീലം വയലറ്റ്, ഈ കളറൊന്നും എപ്പോഴും വരുന്ന ഒരു കളറല്ല, സ്ഥിരം വരുന്ന കളറുകൾ കുറച്ചൊന്നും ഉണ്ട്, അതല്ലേ ആ കൂട്ടത്തിലുള്ളതല്ലത്. പിന്നെ 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 എൻ്റെ ചുരിദാർ ഉണ്ടോ, ഇസബെല്ലയുടെ ഓൺ കുർത്തിയാണേ. നല്ലതല്ലേ, നല്ല രസമല്ലേ, നല്ല സിമ്പിൾ ആലിയക്കട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലേ, ഇത് വേണ്ടവർ ബുക്ക് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതിനകത്തുള്ളതാ. ആലിയക്കട്ട് ചുരിദാർ ഏത് പ്രായത്തിലുള്ളവർക്ക് വിടാവുന്നു, കണ്ടില്ലേ ഏത് പ്രായത്തിലുള്ള ആൾ വിടുന്നേ. എന്തെങ്കിലും നമുക്ക് എന്ത് ഫ്രീ ആണെന്നറിയോ, എന്ത് ഫ്രീ, ഒറ്റ പ്രശ്നമില്ല. ഷോൾ ഇടണ്ട, ആലിയക്കട്ടിന് ഷോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് പോയി. ഷോൾ ഇടാത്തതാണല്ലേ, പക്ഷെ പല വിത്തായിട്ടുള്ള ചുരിദാറിൻ്റെ കൂടെ ആലിയക്കട്ടിന് ഷോൾ വരും, പക്ഷെ ഷോൾ ഇടുന്ന ഒരു രസമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് പോകേണ്ടടുത്തൊക്കെ ഇടാം. പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമുള്ളവർക്ക് ഇടുന്ന ഏറ്റവും നല്ല, അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനോ. പിള്ളേർ മോഡലായിട്ടിടും. ഇത് തീപ്പെട്ടി കളർ എന്ന് പറഞ്ഞ ആ കളർ അല്ലേ, വയലറ്റ് വിത്ത് മെറൂൺ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ മുന്താണി ഇങ്ങനെ ലൈൻസ് ആണ്, പക്ഷെ ബോഡിയിൽ ബോർഡർ ഉണ്ട്. ബ്ലൗസ് വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാലും ബ്ലൗസിന് ബോഡിയിലെയും മുന്താണിയിലെയും കളർ തന്നെ വരുള്ളൂ, കോൺട്രാസ്റ്റ്. നല്ല കളറുകളാട്ടോ. അയ്യോ, അതൊക്കെ ഞാൻ കല്യാണിക്കോട്ടം വിറ്റ പോലെ കേരളത്തിൽ ഒരാൾ വിറ്റ് കാണുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, കാണുകയില്ലെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞാൻ അതുപോലെ വിറ്റിട്ടുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും കല്യാണിക്കോട്ടൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ പറയും ഇസബെല്ലയുടെ, അത് വന്ന വഴി നമ്മൾ മറക്കരുതെന്ന് പറഞ്ഞ പോലെ, ഇസബെല്ലയുടെ ഇസബെല്ല ഓൺലൈൻ്റെ ടേണിംഗ് പോയിന്റ് തുടങ്ങിയത് കല്യാണിക്കോട്ടനേല. ഞാൻ വെറും 5 സാരി മാത്രം, അതായത് സ്റ്റോക്ക് കൂടുതൽ വെക്കാതെ വെറും 5 സാരി മാത്രം കൊണ്ടുവന്ന് വെറുതെ ഒന്ന് കാണിച്ചതാ. അതൊന്ന് കയറി പോയിട്ട് 1000 സാരി വിറ്റിട്ടുണ്ട്. അതിന് മേലെ ഉണ്ടെങ്കിലും ഇതാ ഇപ്പോഴും സ്റ്റിൽ വിറ്റോണ്ടിരിക്കുന്നു. അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു സമയത്തൊക്കെ. എൻ്റെ ദൈവമേ, ഓൺലൈൻ തുടങ്ങിയ കാലത്താട്ടോ, ഓൺലൈൻ തുടങ്ങിയിട്ട് അധികമായില്ല. അന്നേരത്തേക്കും ആൾക്കാരൊക്കെ എന്നിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു, ബുക്ക് ചെയ്തിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ അവര് ഓർഡർ വീഡിയോ വന്ന് നമുക്കതുപോലെ ഓർഡർ വന്നിട്ട് അവർ പറയുന്ന സമയത്ത് തന്നെ അത് ബുക്കിംഗ് നടക്കാതെ അവർ 5 മിനിറ്റ് കഴിഞ്ഞ് പൈസ ഇട്ട് വരുമ്പോഴത്തേക്കും തീർന്നു പോകും. അതിനൊക്കെ ഒത്തിരി പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അതിൻ്റെ സന്തോഷിപ്പാൻ ഒരു കാലം, സങ്കടപ്പെടാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം എന്ന് പറഞ്ഞാൽ ദൈവം പക്ഷേ എന്നെ എല്ലാം ന്യൂട്രലാക്കിയിട്ടേ നിർത്തുള്ളൂ. ഒത്തിരി എനിക്കതിൽ നന്ദിയുണ്ട് തമ്പുരാനോട്. എൻ്റെ അപ്പ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണേ. ഓവറായിട്ടുള്ള ഇതും തരണ്ട, അല്ലാതെ ഒരു ഇതും തരണ്ട. ഈ ടെമ്പിൾ ഡിസൈൻ കേട്ടോ, എന്നൊക്കെ ഈ പറയുന്നല്ലേ, ഇതൊക്കെയോ പറയുന്നുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറയുന്നുണ്ട് സംസാരം കുറയ്ക്കണം കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു ചേച്ചി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്യാമെന്ന്. ഇത്രയും ഈ പ്രായത്തിൽ ഞാനിനി ഇതാണ് ഞാനിങ്ങനെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കേൾക്കണ്ടോ അല്ല, ഇപ്പൊ ഞാൻ എന്നെ ചെയ്യാനോ. നമുക്ക് അങ്ങനെ മിണ്ടാതിരുന്നുള്ള പരിപാടിയൊന്നും പറ്റും. മിണ്ടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കേട്ടോ. എന്നെ ഇവിടെ നിന്ന് ദേഷ്യപ്പെടും അവരൊക്കെ, ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല, ഒന്നും ഞാൻ മിണ്ടുന്നില്ല. ഇത് പച്ച മെറൂൺ. അല്ല, മിണ്ടല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലേ, മിണ്ടാതെ എങ്ങനെ പറ്റൂന്നേ ഒരു സാധനം ഇവര് പറയണ്ടേ. എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ, എനിക്ക് അങ്ങനെ പറ്റത്തില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഇതിന്റെ പേരുണ്ടല്ലോ ഗ്രേ, സ്ലൈറ്റിന്റെ കളറല്ല അല്ലേ, ആണോ? ഡാർക്ക് ആഷ്. എന്താണ് ഇങ്ങനെ
ഉണ്ടല്ലെന്ന് പറഞ്ഞു വലിയ വേടിപ്പി മെറൂണ്. അയ്യോ ഈ പറയുന്നവരൊക്കെ കിടന്ന് ചിലക്കുന്ന ചില കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയിലപ്പട തോറ്റു പോകും. മൊത്തക്കൂട്ട് വർത്താനം പറയും, എന്നോട് പറയും മിണ്ടല്ലേ. നല്ല ഉണ്ടല്ലോ, നല്ല ഈ ചാമ്പയ്ക്ക പീച്ചും പിങ്കും കൂടെ കലർന്ന മിശ്രിതമായിട്ടുള്ള ഒരു നല്ലൊരു കളർ. പിന്നില്ലേ ഈ സാരിയുടെ സ്റ്റഫിൽ ഇങ്ങനെ ലിൻഡ് പോലെ ഇങ്ങനെ പിരിവിരാന്ന് അത് ഒറ്റ നോട്ടത്തിൽ കാണത്തില്ല, അത് അങ്ങനെ ഉണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ സിൽക്കും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ള വീവിങ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ടെമ്പിൾ ബോർഡർ വരുന്നത്, നീല റോയൽ ബ്ലൂ കളറ് മുന്താണി, ബ്ലൗസ് അത് തന്നെ റോയൽ ബ്ലൂ. അതായത് കാണിച്ചോ, ഇതാണ് ആദ്യം കാണിക്കേണ്ടിയിരുന്നത്, എല്ലാവരുടെയും ഫേവറേറ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ സ്റ്റോക്ക് വളരെ കുറവാണ്. മഞ്ഞയും പച്ചയും, അയ്യോ എന്നാ ഹിറ്റായിരുന്നു ഈ സാരി. മഞ്ഞയും പച്ചയും എന്താ, മഞ്ഞ ബോർഡറും മഞ്ഞ ബോഡി പച്ച ബോർഡറും ടെമ്പിൾ ഡിസൈനും മുന്താണി. ഇങ്ങനെ ആരെടുത്താലും നല്ലതായിരിക്കും, ആരെടുത്താലും. അത് വയസ്സോ പ്രായമോ നിറമോ വണ്ണമോ ഒന്നും ബാധിക്കത്തില്ല. ബ്ലൗസ് പച്ച ബ്ലൗസ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൻ്റെ അറ്റത്തൊരു ചെറിയ ബോർഡർ ഉണ്ട്, ആ ഒരു ടെമ്പിൾ ബോർഡർ. ചെറുപയർ പച്ച. ഇപ്പോഴും കല്യാണിക്കോട്ടൻ കൊണ്ടുവരാത്ത എന്നാന്ന് ചോദിക്കുന്ന ആൾക്കാർ ധാരാളം ഉള്ളത് കൊണ്ടാണ് കേട്ടോ കല്യാണിക്കോട്ടൻ്റെ വീഡിയോ കാണിക്കാന്ന് വെച്ചത്. ചെറുപയർ പച്ചയും ഡാർക്ക് മെറൂണും എല്ലാം ഏത് കളറാണേലും ആ കളറിന്റെ ഡാർക്ക് കളറാണ് വരുന്നത്. നല്ലൊരു മിക്സിങ് ആയിട്ടുള്ള ഡാർക്ക് കളറാണ് വരുന്നത്. ഇപ്പം ചെറുപയർ പച്ചയാണേലും അതിന്റെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഈ ചെറുപയർ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ഇത് പറയില്ലേ, ലൈറ്റ് വരും, ഡാർക്ക് വരും, ഭയങ്കര ഡാർക്ക് വരും. ഇത് അതിൽ ഏറ്റവും നല്ല കളറാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം മഞ്ഞ എടുത്താൽ മഞ്ഞയ്ക്ക് അങ്ങനെ, മെറൂൺ എടുത്താൽ മെറൂണിനകത്ത് അങ്ങനെ. നല്ലൊരു സൈസ് ഡൈയിങ് ആണ്. മുമ്പേ മഞ്ഞയും പച്ചയും വന്നു, അത് വേണ്ടെങ്കിൽ മഞ്ഞയും മെറൂണും. മെറൂണിനോട് എത്ര ഒരു ഇഷ്ടം തോന്നും അല്ലേ നമുക്ക്. എപ്പോഴും കോമൺ കളറിനകത്ത് പെടുന്നതാണ് മെറൂണ്. പക്ഷേ മെറൂൺ എന്നാ പറഞ്ഞാലും ഒരു അഴകാണ് അല്ലേ, ഡാർക്ക് മെറൂണൊക്കെ വരുമ്പോൾ. ഇത് ഞാൻ ഉടുത്തെന്ന് പറഞ്ഞ സാരിയില്ലേ, ഒരു പിസ്താ ഗ്രീൻ്റെ ഒരു പിസ്താ ഗ്രീൻ എന്ന് പറയാമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അതിന്റെ നേർത്ത് വന്നിട്ടുള്ള ഒരു കളറാണേ. സിമന്റ് കളറൊന്നും പറയാൻ പറ്റത്തില്ല, സിമന്റ് കളറല്ല, അങ്ങനത്തെ ഒരു കളർ. അതിന്റെ ഞാൻ എടുത്തത് ഇങ്ങനെ കസവ് ബോർഡർ ഉള്ളതായിരുന്നു, ഇതിന്റെ ടെമ്പിൾ ഡിസൈൻ ബോർഡർ. ഇത് ഈ പറഞ്ഞ പോലെ നല്ല സാരി. ഇതൊരു ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ക്രീമും പ്രത്യേകിച്ചും ചർച്ച് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും അങ്ങനത്തെ ആരാധനാലയങ്ങളിലും ഒക്കെ ഇച്ചിരി ലളിതമായിട്ട് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറും കോമ്പിനേഷനാണ്. ഈ ടെമ്പിൾ ബോർഡർ ഉള്ളതെല്ലാം അങ്ങനെ തന്നെ കേട്ടോ, ഡാർക്ക് അങ്ങനെ ഇല്ല. മെറൂണും ഒരു കാക്കി കളർന്നോ അല്ലെങ്കിൽ ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, ഗോൾഡൻ ഷെയ്ഡ് അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബ്ലൗസിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഉണ്ട് കേട്ടോ, പ്ലെയിൻ ബ്ലൗസിൻ്റെ വീഡിയോ. പിന്നില്ലേ എന്നാ പറയുന്നത്, ബ്ലൗസിൻ്റെ വീഡിയോ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒത്തിരി പേര് പറയുന്നുണ്ട് കിട്ടിയിട്ടില്ല. ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു 3 ദിവസം കഴിഞ്ഞേ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന്. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. വരും കേട്ടോ, ഈ ആഴ്ച തന്നെ എല്ലാവർക്കും വരും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.